മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്തുന്നതിനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള രഥഘോഷയാത്രയ്ക്ക് തുടക്കം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ഈ മാസം 26-ാം തീയതിയാണ് തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 7 മണിയോടെയാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആരംഭിച്ചത്. പുലർച്ചെ 5 മണി മുതൽ തങ്കയങ്കി ദർശനത്തിന് ഭക്തർക്ക് സൗകര്യമൊരുക്കിയിരുന്നു. നിരവധി ഭക്തരാണ് തങ്കയങ്കി ദർശിക്കാനായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ സമർപ്പിച്ചതാണ് 451 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ ഘോഷയാത്രയിൽ പങ്കാളികളായി. 26-നാണ് മണ്ഡലപൂജ. 26-ന് വൈകുന്നേരം ഒരു 11 മണിക്ക് നട അടയ്ക്കുന്നതോടുകൂടി മണ്ഡലപൂജ അവസാനിക്കും. പിന്നെ മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30-ന് തുറക്കുകയും ജനുവരി 14-ന് മകരവിളക്ക് മഹോത്സവമാണ്. സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ സംതൃപ്തമായ ഒരു മണ്ഡലകാലം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കടമ. അത് നന്നായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച 27 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചെത്തുന്ന രഥഘോഷയാത്ര ഒമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് വിശ്രമിക്കുക. നാളെ കോന്നി മുരിങ്ങിമല മഹാദേവ ക്ഷേത്രത്തിലും മറ്റന്നാള് പെരിനാട് ശാസ്താ ക്ഷേത്രത്തിലും വിശ്രമം. 25-ന് ഉച്ചയോടെ തങ്കയങ്കി പമ്പയിൽ എത്തിച്ചേരും. പമ്പയിൽ നിന്നും ആഘോഷപൂർവ്വം മല കയറി ശരംകുത്തിയിലെത്തുന്ന തങ്കയങ്കി അവിടെ ആചാരപരമായി സ്വീകരിക്കും. തുടർന്ന് 18-ാം പടി മുകളിൽ പങ്കീതന്ത്രയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ദീപാരാധനയ്ക്ക് വിഗ്രഹത്തിൽ ചാർത്തും. 41 ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഡിസംബർ 26-ന് നടക്കും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.